പോത്താനിക്കാട് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ തേനീച്ചകളുടെ കൂട്ടയാക്രമണം. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തണ്ണീർത്തടത്തിന് കുഴിയെടുക്കുന്നതിനിടയിലാണ് തേനീച്ചകൾ കൂട്ടമായി വന്ന് ആക്രമിച്ചത്. കുത്തേറ്റവരെ നാട്ടുകാരുടെ സഹായത്തോടെ പോത്താനിക്കാട് പ്രാഥമിക കേന്ദ്രത്തിലെത്തിച്ച് ശുശ്രൂഷകൾ നൽകി. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെടുന്ന വാക്കത്തിപ്പാറയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചകളുടെ കുത്തേറ്റത്. വാക്കത്തിപ്പാറ സ്വദേശികളായ ലീലക്കുഞ്ഞ്, ഫിലോമിന ആന്റണി, വിജി സന്തോഷ്, സിന്ധു എൽദോസ്, ലീല ജെയിംസ്, ചന്ദ്രിക പരമേശ്വരൻ എന്നിവർക്കാണ് തേനീച്ചയുടെ ആക്രമണമേറ്റത്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തണ്ണീർത്തടത്തിന് കുഴി എടുക്കുന്നതിനിടയിലായിരുന്നു തേനീച്ചകൾ കൂട്ടമായെത്തി ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. അടുത്ത് ഒരു ഈച്ച വന്ന് കുത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു ഈച്ച എന്തോ പ്രാണിയാന്ന് വെച്ചത് ഒന്ന് എടുത്തു കളഞ്ഞു. അതിനെടുത്തു കളഞ്ഞും അവിടെ നിന്നപ്പോഴത്തേനും ഇരച്ചിഞ്ഞ് വന്നു. ഇതൊരു ഭയങ്കര ഇരപ്പ് കേട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഹെൽമെറ്റ് വെച്ചാട്ടിനെ തലയിൽ വന്നങ്ങ് പൊളിഞ്ഞിട്ട് കണ്ണറിയാമ്പോഴാണ്ട് ഇപ്പോഴത്തെ ഉരുണ്ടും വീണും മറിഞ്ഞും ചാടിയ എന്ത് ചെയ്ത് ഓടിച്ചാൽ പോകണല്ലോ. ഒട്ടും കന്നാരക്കാനി എടുത്ത് വീശി കുഞ്ഞിന്ന് വെച്ച് നിർത്തിലിറങ്ങി മണ്ണ് കയറി പുറത്തേക്കും മേത്തേക്കൊക്കെ തുള്ളി എന്നിട്ടും പോകണല്ലോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ തോർത്തും കട്ട കൂരി മുഖം മൂടിക്കെട്ടി വേഗം ഇറങ്ങി പോകുന്ന വഴിക്കൊക്കെ വഴിയിൽ വീണുപോയി ഓരോരുത്തരോരുത്തർ. ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാരുടെ സഹായത്തോടെ പോത്താനിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി ശുശ്രൂഷ തേടി. തുടർന്ന് രക്തസമ്മർദ്ദത്തിൽ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് കൂടുതൽ ചികിത്സകൾക്കായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് 6 പേരെയും മാറ്റി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.